കള്ളാടിയിൽ നിന്ന് വീണ്ടും ആശങ്കയുളവാക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായ അവസ്ഥയാണുള്ളത്. പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കള്ളാടിയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. മണ്ണൊലിച്ചു വന്നതിൻ്റെ ദൃശ്യങ്ങൾ അവിടെ ആ സൈഡിലായിട്ട് കാണാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെയാണ് വീണ്ടും മണ്ണിടിച്ചിലും കനത്ത മഴയും ഉണ്ടാകുന്നത്. ഫൈസൽ നെടുമാല വിശദാംശങ്ങളുമായി. ഫൈസൽ, കനത്ത മഴ രാവിലെ മുതൽ അവിടെ ഉണ്ട്, ഒപ്പം തന്നെ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിലും ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? സൈഫു, മഴ കനത്ത് തന്നെ പെയ്യുകയാണ്. ഇടവിട്ട് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ചെറിയ തോതിൽ മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. മഴ കൂടുതൽ ശക്തമാകുമ്പോൾ കൂടുതൽ മണ്ണ് ഇടിയുമോ എന്നുള്ള ഒരു സംശയം നമുക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയുന്ന ഇത് തന്നെയാണ്. ചെറിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. താഴെ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നേരത്തെ പോലും ഈ മഴ ഒരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി 5 പേരെ കൂടിയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. 5 പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിരീകരണം. 4 സോണുകളിലായി തിരിഞ്ഞ് NDRFന്റെയും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ തിരച്ചിൽ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. കെഡാവർ ഡോഗുകളുടെ സഹായം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ മഴ പൂർണ്ണമായും ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് മുകളിൽ നിന്ന് ചെറുതായി ഇപ്പോൾ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ കള്ളാടിയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവുന്നു എന്നതിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളുമാണ് വരുന്നത്. ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിലെ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും അവിടെ മണ്ണിടിച്ചിലിൻ്റെ സാധ്യതകൾ കാണുകയാണ്. ഫൈസൽ, ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായാലും ഏതെങ്കിലും നിലയ്ക്കുള്ള കാഷ്വാലിറ്റി ഉണ്ടാവാത്ത വിധം ആളുകളെല്ലാം അവിടെ നിന്ന് മാറ്റി സുരക്ഷിതമാക്കിയിട്ടില്ലേ? നിഷാദ്, പൂർണ്ണമായും ആളുകളെ ഒക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ളത് രക്ഷാപ്രവർത്തകരും NDRF, പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇനി ഈ ഒരു ഭാഗത്തുള്ളത്. ബാക്കി എല്ലാവരും തന്നെ ഈ ഒരു അപകട സാധ്യത മേഖലയിൽ നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്നലത്തെ പോലെ അത്ര വ്യാപകമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിലിന് ഇനി സാധ്യതയില്ല. ഇനി ബാക്കിയുള്ള മണ്ണ് ഒലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മുകളിലൊക്കെ തന്നെയായി ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഇതുപോലെ കൂട്ടിയിട്ട മണ്ണിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ വലിയ തോതിൽ പൊട്ടിയൊലിച്ച് റോഡിലേക്ക് വന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയും 3 പേരുടെ ജീവനെടുക്കുകയും 5 പേരെ ഇനിയും കണ്ടെത്താനാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കടന്നിരുന്നത്. എന്തായാലും തിരച്ചിൽ പൂർണ്ണ തോതിൽ ഇവിടെ തുടരുകയാണ്. 4 സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള തിരച്ചിലാണ് ഇവിടെ നടത്തുന്നത്. ഇനി തെർമൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തും. JCBയും അതുപോലെ തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്ന പ്രവൃത്തികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അടിയന്തരമായ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഇരുവശങ്ങളിലുമായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് പൂർണ്ണമായും മാറ്റിക്കൊണ്ട് അതിനുള്ളിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. മാത്രമല്ല ഈ പുഴയുടെ താഴ്ഭാഗത്തൊക്കെയായി പ്രത്യേകം ടീമിനെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലും നടക്കുന്നുണ്ട്. പുഴയുടെ ഇരുവശങ്ങളിലുമായി താഴ്ഭാഗത്തായി ഹിറ്റാച്ചി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മണ്ണ് മാറ്റുന്ന പ്രവൃത്തിയും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഏതെല്ലാം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത്തരം സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ മഴ ഒരു വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതാണ്. ഇടവിട്ട് അതിശക്തമായ മഴയാണ് ഈ ഒരു മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശക്തമായ മഴയെ തുടർന്നാണ് മുകളിൽ നിന്ന് മണ്ണ് ഇപ്പോൾ ക്രമേണയായി ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വലിയ തരത്തിലുള്ള മണ്ണ് ഇപ്പോഴും അവിടെ കൂട്ടിയിട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ നീല വിരിച്ചിട്ടത് മണ്ണിന് മുകളിലിട്ട ടാർപ്പായാണ്. അതിനുള്ളിൽ ടൺ കണക്കിന് മണ്ണ് ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ഭീകരത വർദ്ധിപ്പിക്കുന്നുണ്ട്. വലിയ തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ആ മണ്ണ് കൂടി താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ ആവില്ല. ശരി.